അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ് ഗൈസ്. കുറേ ദിവസമായി നൈറ്റ് ഷിഫ്റ്റ് തുടങ്ങിയത്. നൈറ്റ് ഷിഫ്റ്റ് ആകുമ്പോൾ നമുക്ക് നൈറ്റ് പോയി രാവിലെ വന്നാൽ രാവിലെ ഫുൾ ഡേ നമുക്ക് ഉണ്ടാവും. പിന്നെ ഉറക്കത്തിൻ്റെ കാരണം കൊണ്ടാണ് കുറച്ച് സമയം നമുക്ക് പോകും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നൈറ്റ് ഷിഫ്റ്റ് നല്ലൊരു ഷിഫ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നാറ് കേട്ടോ. പക്ഷേ ഈ രാത്രി ഉറങ്ങണം നിർബന്ധമുള്ള ആൾക്കാർക്ക് അത് വലിയ നല്ല ഷിഫ്റ്റ് ആയിട്ട് തോന്നില്ല. അപ്പോൾ എന്തായാലും എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ് കുറേ ദിവസമായിട്ട്. അപ്പോൾ ഇന്നും നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റിന് പോകുന്നതിന് മുന്നേ നൈറ്റ് ഷിഫ്റ്റ് ആയുള്ള പൈസക്ക് നല്ല ചിലവുണ്ടാണ്. ഫുഡ് ഉണ്ടാക്കണം. രാവിലത്തെ ഫുഡ് മാത്രമേ കിട്ടുള്ളൂ, ഉച്ചക്കും വൈകുന്നേരമൊക്കെ നമ്മൾ വിശക്കൂലേ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല കെട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നേരെ ചായ ഉണ്ടാക്കാം കൈ സായം തന്നെ. ഞങ്ങൾ സാധാരണ ഈ ചായ എങ്ങനെ കുടിക്കാറ് വെച്ചാൽ ഇപ്പോൾ മിക്ക വൈകുന്നേരം കുടിക്കാറുണ്ട് ചായ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഉറങ്ങിയിട്ട് നീക്കുമ്പോൾ 3 മണിയൊക്കെ ആവും. അപ്പോൾ ആ നേരത്ത് നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ ഈ വിശപ്പിൻ്റെ ഇടയിൽ കൂടെ ചോറുണ്ടാക്കുക വെച്ചാൽ ചോറുണ്ടാവാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇടക്കാല സമാധാനത്തിന് വേണ്ട ചായ ഉണ്ടാക്കാറ് കേട്ടോ. ഇപ്രാവശ്യം അതുപോലെ തന്നെ ചായ ഉണ്ടാക്കി ഞങ്ങൾ കുടിച്ചതിന് ശേഷം പുറത്തൊക്കെ ഒന്ന് വന്നിരുന്നു കേട്ടോ. കാരണം അത്യാവശ്യം കുറച്ച് സമയം ഉണ്ടായിരുന്നു നമുക്ക് ഷിഫ്റ്റിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കുറച്ച് നേരം വർത്താനം പറയാൻ വേണ്ടി പുറത്തിങ്ങനെ പോയിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ചായ കൂടി വർത്താനം ബസ്സിലൊക്കെ ആയിട്ട് അവസാനം നമുക്ക് പോകാനുള്ള ടൈം ആയിക്കണ്. പോകാനുള്ള ടൈം ഏകദേശം ആവണുള്ളൂ കേട്ടോ, ആയിട്ടൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. എൻ്റെ സാരി എവിടെ ജാക്കറ്റും സാരിയൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, സോക്സ് അടിയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ കൊടുത്താൽ കസാരം ഇങ്ങനെ തൂക്കിയിടാറാണ് കേട്ടോ പതിവ്, അല്ലാതെ എടുത്ത് മാറ്റാറൊന്നുമില്ല. പിന്നെ നമുക്ക് ഒരു 8:15 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി, അതിന് മുമ്പ് ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇന്ന് വന്നിട്ടെങ്കിലും എനിക്കെൻ്റെ ഷെൽഫൊന്ന് വൃത്തിയാക്കണം കേട്ടോ. ഷെൽഫൊന്ന് വൃത്തിയല്ല ഇരിക്കണത്, അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. പോണതിന് മുന്നേ പിന്നെ ഒരു തപ്പിപ്പെടുത്താണ്, ഇങ്ങനെ പോയാൽ ഉറങ്ങേണ്ടിയല്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ആലോചിച്ചിട്ടൊരു കൺഫ്യൂഷൻ. അപ്പോൾ നമുക്ക് എന്തായാലും 8:15 ആകുമ്പോൾ മാറ്റാം, അത് നല്ലത്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് മാറ്റാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് പോയിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മളെ മുഖം കഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് മുടി കെട്ടാൻ വേണ്ടി പോവാം. ഹലോ ഗൈസ്, എൻ്റെ മുടി കെട്ടൽ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ, ഫ്രീക്കായിട്ടില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മുടി കെട്ടൽ കഴിഞ്ഞു. ഇനി നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ മേക്കപ്പിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലിപ്സ്റ്റിക്കും കുറച്ച് ബ്ലഷും മാത്രമേ കാണുള്ളൂ. നമ്മൾ അവസാനമായിട്ടുണ്ട് സാരി ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. ഞാൻ സാരി ചുറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ അണ്ടർസ്കേർട്ട് തപ്പുമ്പോഴാണ് എൻ്റെ ഷെൽഫിൻ്റെ കോലം ഞാൻ നോക്കുന്നത്. എന്നിട്ട് ഷെൽഫിൻ്റെ കഥ മേക്കപ്പിൻ്റെ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. പുതപ്പ് സാധനങ്ങളൊക്കെ തിരുമ്പി കൊടുന്ന സാധനമായിട്ട് ഇതിനുള്ളിൽ ഉറുമ്പ് വരുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നാളെങ്കിലും വന്നിട്ട് എനിക്ക് ഈ ഷെൽഫൊന്ന് വൃത്തിയാക്കണമെന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഇതാണ് എൻ്റെ ഒരു തട്ട്. പിന്നെ എൻ്റെ ഒരു തട്ട് വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ, ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത് കണ്ടോ, ഇങ്ങനെ ഒരു തട്ട്. പിന്നെ എനിക്ക് അടിയിലൊരു തട്ടുണ്ട്, ഞാൻ അപ്പോൾ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ താഴത്തെ ഷെൽഫ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് പാഡ്, പിന്നെ എൻ്റെ സിറം, എണ്ണ, പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഇത് കവർ പോലും ഞാൻ കളഞ്ഞിട്ടില്ല. ഇത് ഞാൻ എപ്പോഴും യൂസ് ആക്കുന്ന പീരീഡ് പാൻറ്റിയാണ്. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പുതുത് ഓർഡർ ചെയ്തു. കാരണം ഇവിടെ നമുക്ക് സ്റ്റോക്ക് എടുത്ത് വെക്കണമല്ലോ, അതിലെ സുഖം. അപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പീരീഡ് പാൻറ്റിയാണിത്. അത് 2ാമത്തെ പാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പം അടുത്ത പീരീഡ്സ് ആവാൻ ടൈമായല്ലോ. അപ്പോൾ ഞാൻ എപ്പോൾ എനിക്ക് പീരീഡ്സ് ആവുമ്പോഴും ഞാൻ ഈ ഒരു പീരീഡ് പാൻറ്റീസാണ് യൂസ് ചെയ്യുക. കാരണം ഞാൻ വർക്കിന് പോകണമല്ലേ, വർക്കിന് പോകുമ്പോൾ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ സുഖമുള്ളത് ഈ ഒരു പീരീഡ് പാൻറ്റീസാണ് കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ എവർട്ടിൻ്റെ പീരീഡ് കെയർ മെൻസ്ട്രൽ പീരീഡ് പാൻറ്റീസ് എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ പീരീഡ് കെയർ പാൻറ്റീസിൽ തന്നെ 10 പാൻറ്റീസാണ് കേട്ടോ ഉള്ളത്. അതും മീഡിയം ടു ലാർജ് ടു മീഡിയം സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് 360 ഡിഗ്രി പ്രൊട്ടക്ഷൻ ആയതുകൊണ്ട് തന്നെ ഫുൾ കവറേജ് ആണ് കേട്ടോ തരുന്നത്. ഇതിൻ്റെ ഈ 2 സൈഡും എലാസ്റ്റിക് ഉള്ള കാരണം കൊണ്ട് തന്നെ പുറത്തേക്ക് ലീക്ക് ആവുന്ന പേടിൻ്റെ യാതൊരു ആവശ്യമില്ല കേട്ടോ. ഈ കാണുന്ന ബ്ലൂ കളറാണ് ഫ്രണ്ട് സൈഡിലോട്ട് വരുന്നതും, ഈ കാണുന്ന പ്ലെയിൻ സൈഡാണ് ബാക്ക് സൈഡിലോട്ട് ഇടേണ്ടത് കേട്ടോ. ഈ ഒരു പാൻറ്റീസിൽ നീം ആൻഡ് സാഫ്ലവർ അടങ്ങിയിട്ടുള്ള കാരണം കൊണ്ട് റാഷസോ ഇച്ചസോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്ററാണ്, കാരണം ക്ലോറിന്, ബ്ലീച്ച്, ഇങ്ക് അങ്ങനത്തെ യാതൊരു കെമിക്കൽസും ആഡ് ആക്കിയിട്ടില്ല കേട്ടോ. ഈ ഒരു പാൻറ്റീസ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര കോട്ടണി കംഫർട്ട് ആയിട്ടോ ഫീൽ ചെയ്യുക. പിന്നെ ഇതിന് അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ 2x ഫാസ്റ്റർ അബ്സോർപ്ഷൻ ആണ്, അതുകൊണ്ട് ലീക്ക് ആവുന്നുള്ള യാതൊരു പേടിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ പീരീഡ് കെയർ മെൻസ്ട്രൽ പീരീഡ് പാൻറ്റീസ് മേടിച്ച് ട്രൈ ചെയ്ത് വെക്കാൻ മറക്കല്ലേ. സോ ഗൈസ്, നമ്മൾ സാരി ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കോ ബ്ലഷും ഇടാം കേട്ടോ. ബ്ലഷ് ഇടുമ്പോൾ കവളത്താരിൽ അടിച്ച പോലെ ബ്ലഷ് ഇടണം. ബ്ലഷിന് മാത്രം ഒരു മയോ കൊടുക്കാറില്ല അവിടെ. ഇവിടെ ബ്ലഷ് ഇടുന്ന മുഖത്തിന് ഷേപ്പേ മാറിപ്പോൾ, അതെങ്ങനെ നിങ്ങൾക്ക് അറിയില്ല. പിന്നെ അടുത്ത നമുക്ക് ലിപ്സ്റ്റിക്ക്. ഗൈസ്, ഫാനിൽ ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷേ ഫാനിൽ അതൊന്നും നിൽക്കാൻ വയ്യ. പിന്നെ മമ്മി എനിക്ക് മൈക്ക് മേടിച്ചിട്ടുണ്ട്, പക്ഷേ മൈക്ക് ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല. അത് അൺബോക്സ് ചെയ്തിട്ട് മൈക്ക് ഇട്ടിട്ട് സംസാരിക്കാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇങ്ങനെ സംസാരിക്കാം.
ലിപ്സ്റ്റിക് ഇട്ട് കാണാം ഗൈസ്. ഞാൻ കണ്ണാടി പോയിട്ടല്ലേ കുളമാവും. അപ്പോൾ നമ്മൾ ഒരുക്കം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ടാഗ് ഇടാം, ഒരു വാച്ചും കെട്ടാം. കാരണം കൈ ഫ്രീ ആയി കിടന്നാൽ വലിയ ഭംഗി ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മൾ ഒരുക്കം കഴിഞ്ഞ ഗൈസ് നമുക്കിന്ന് മെല്ലെ ഇറങ്ങിയാലും. സോക്സ് മുഴുവൻ അതും മുഴുവൻ കേട്ടോ. ഞങ്ങൾ ഓരോ ദിവസം ഓരോ ആൾക്കാർക്ക് ഓരോ ഷിഫ്റ്റ് ഉണ്ടാവാറ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് എനിക്കും അനഘയ്ക്കും ഒരേ ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനും അനഘയും ഒപ്പാട്ടോ പോവാറ്. എനിക്ക് നൈറ്റ് ഷിഫ്റ്റ്, ഓൾക്കും നൈറ്റ് ഷിഫ്റ്റ്. അപ്പോൾ ഞാൻ ഓൺലൈൻ കൂട്ടി പോകും. ആദ്യമൊക്കെ എനിക്ക് ബൈക്കിൻ്റെ ബാക്കിൽ ആളെ വെച്ച് പോകാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. ആ സമയത്ത് വന്നിരുന്നാണ് അനഘ. ഇവളെ കൂടെ ബൈക്കിൽ പോകാൻ നല്ല സുഖമാണ്. എന്തുണ്ടായാലും ഒന്നും പറയില്ല, അവൾ ചിരിച്ചിരിക്കും കേട്ടോ. ഞങ്ങൾ സേഫായിട്ട് എത്തി. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും പറ്റാറില്ല, എന്തോ കാരണവശാലൊന്നും പറ്റാറില്ല. ഞങ്ങൾക്ക് ഇതൊക്കെയാണ് വ്യൂ. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഉണ്ടായിരുന്നത് ബിരിയാണി എന്നാണ് അവർ പറയാറ്. പക്ഷേ ബിരിയാണിയിൽ ചിക്കൻ ഉണ്ടാവില്ല. ചിക്കൻ ഇല്ലാത്ത എന്നാൽ വെജ് പുലാവാണെങ്കിൽ വെജിറ്റബിളെങ്കിലും വേണ്ടേ, അതുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മസാല റൈസാണ് കേട്ടോ. വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇനി തുടങ്ങിയാണല്ലോ. നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ഉറക്കം കൺട്രോൾ ചെയ്യാൻ അറിഞ്ഞാൽ മതി. നമുക്ക് കുറേ നൈറ്റ് ഷിഫ്റ്റ് ചെയ്ത തലക്ക് പിരാന്താവും, അത് എനിക്ക് എന്തായാലും അറിയാം. പക്ഷേ എനിക്ക് അത്യാവശ്യമായ കാരണം കൊണ്ടാണ് ഞാൻ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്നത്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റിൽ വന്നാലും നമുക്ക് അത്യാവശ്യത്തിൽ കുറച്ച് പണികളുണ്ടാവും. അത് കുറച്ച് നേരം ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിരിക്കും. കാരണം നൈറ്റ് അധികം ഫ്ലൈറ്റ്സും ആൾക്കാരൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നല്ല ഉറക്കം വന്നിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നിട്ടപ്പോൾ നമ്മൾ ലോഞ്ചിൽ പോയിട്ട് ഒരു സ്നാക്കും ഒരു ടീയും കുടിക്കും കേട്ടോ. ടീ അല്ല, കോഫിയാണ് കുടിക്കുക. കാരണം ആ കണ്ണെടുത്ത് പറയാൻ വേണ്ടി കോഫി തന്നെ കുടിക്കണം കേട്ടോ. കോഫി കുടിച്ചാൽ അത്യാവശ്യം കുറച്ച് നേരം പിടിച്ചേക്കാൻ പറ്റുന്ന തരത്തിൽ ഉറക്കം പോയി കിട്ടും കേട്ടോ. ഗൈസ്, ഇന്ന് നൈറ്റ് ഷിഫ്റ്റിൽ മറ്റ ആൾക്കാർ കുറവാണ്. ഞാനാണെങ്കിൽ കോഫി കുടിച്ച കാരണം കൊണ്ട് കണ്ണ് നല്ല ഡബിൾ വാൾട്ട് തുറന്നിരിക്കുന്നുണ്ട്. ഉറക്കം അധികം വരുന്നില്ല. അവിടെ നല്ല സുഖം. മറ്റേത് എപ്പോഴും നൈറ്റ് ഷിഫ്റ്റ് വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ഉറക്കം വരും. ഇപ്രാവശ്യം കുറച്ച് സുഖമുണ്ട്. അപ്പോൾ എന്തായാലും നൈറ്റ് ഷിഫ്റ്റ് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് വേറെ കാര്യം. കുറച്ചും കൂടി നേരം നോക്കാം ഗൈസ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം നമ്മൾ ഫ്ലൈറ്റ് വരുന്നതും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന് കുറച്ച് നേരം അതും സമയം കളഞ്ഞു കേട്ടോ. നമുക്ക് ആൾക്കാരൊന്നും അധികം ഉണ്ടായില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിങ്ങനെയൊക്കെയാണ് സമയം കളയാൻ വേണ്ടി നമ്മൾ ചെയ്യാറ്. അപ്പോൾ അതിനുശേഷം നമുക്ക് മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞാൽ നേരെ വണ്ടി എടുത്ത് പോകാൻ കേട്ടോ. അപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇച്ചിരി വെയിലുണ്ടാവും. പക്ഷേ അത് വിറ്റാമിൻ ഡി ആയ കാരണം കൊണ്ട് വലിയ പ്രശ്നമല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഉറങ്ങാമെന്നുള്ളൊരു പ്രതീക്ഷയിലട്ടെ ഈ ഓടുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ റൂമിലെത്തിപ്പെട്ടു. ഇനി ഞാൻ പോയിട്ട് മാറ്റി കുളിച്ചിട്ടൊന്ന് വരട്ടെ ഗൈസ്. എന്നെക്കൊണ്ട് വയ്യ. അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ എനിക്കിവിടുന്ന് അങ്ങോട്ട് ഫുള്ള് നൈറ്റ് ഷിഫ്റ്റാണ്. അവിടെ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ തന്നെ ചോദിച്ചു മേടിച്ചതാണ്. കാരണം നൈറ്റ് ഷിഫ്റ്റ് ആകുമ്പോൾ കുഴപ്പമില്ല. നൈറ്റ് ഷിഫ്റ്റിന് പോയി രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് ആ സമയം ഉണ്ടാവുമല്ലോ. രാത്രി മാത്രമാണല്ലോ പോകുന്നത്. രാത്രി ഇപ്പോൾ എന്തായാലും ഞാൻ 1-2 മണിയൊക്കെ നമ്മൾ ഉറങ്ങുള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലാന്ന് വെച്ചിട്ടാണ് ഞാൻ നൈറ്റ് ഷിഫ്റ്റ് മേടിച്ചത്. അപ്പോൾ എന്തായാലും അങ്ങനെ കാര്യങ്ങൾ. ഞാൻ കിടക്കുന്നുണ്ട് വല്ലാതെ. അപ്പോൾ ഞാൻ ഇനി പോയിട്ട് കുളിച്ച് ഡ്രസ്സ് മാറ്റി ഞാൻ ഉറങ്ങട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. തരാം.